ഞാൻ ഈ അടുത്തിടയിൽ ഒരു നോട്ട് കാണുകയായിരുന്നു. എങ്ങനെയാണ് ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട അട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പേഴ്സണെ അടയാളപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണെന്നുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ളൊരു നോട്ട് ഞാൻ കണ്ടു. എനിക്കത് വായിച്ചപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതിനകത്ത് ചില പോയിൻറ്റ്സൊക്കെ ഒരു 10 പോയിൻ്റ് ടോക്ക് ഒരു നോട്ടാണ് ഞാൻ കണ്ടത്. എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം തോന്നി. അപ്പോൾ ആ 10 പോയിൻറ്റ്സ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിതൊക്കെ കേൾക്കുന്നതിൽ, ഇതിനോട് ഇൻട്രാക്ട് ചെയ്യുന്നതിൽ, കമൻസൊക്കെ എഴുതുന്നതിൽ. കീപ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ആക്റ്റീവ്ലി. കണ്ടിന്യൂ യുവർ ഗുഡ് വർക്ക്, കണ്ടിന്യൂ യുവർ സപ്പോർട്ട്. താങ്ക് യു ഓൾ. വാച്ച് ദിസ് കംപ്ലീറ്റ്ലി. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വളരെ വ്യത്യസ്തമായിട്ടൊരു പ്രോഗ്രാമാണ് സാക്ഷ്യം വഹിച്ചത്. അവിടെ അഞ്ചരക്കണ്ടിയിലുള്ള ഓട്ടുപുര എന്ന് പറയുന്ന ഫൗണ്ടേഷനിൽ ശ്രീ മധു കുന്നോത്തിനോടൊപ്പം ഒരു 10-40ഓളം വരുന്ന പേരൻസിനോടൊപ്പം, അതിനകത്ത് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോൾ ഡേ വർക്ക്ഷോപ്പ്. വളരെ മനോഹരമായൊരു പരിപാടിയായിരുന്നു. രാവിലെ 10 മണിക്ക് തുടങ്ങുമ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ എന്താണ് ഈ പാരൻറ്റിങ് എന്ന് പറയുന്നൊരു വിഷയത്തിൽ പറയാനുണ്ടായിരിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം വരെ എങ്ങനെയാണ് ഇത് പോകാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ആകാംക്ഷയിലാണ് എല്ലാവരും ഇരുന്നത്. പക്ഷേ വളരെ അതിശയകരമായിട്ട് പറയട്ടെ, 5 മണിക്ക് ഒഫീഷ്യലായിട്ട് അത് അവസാനിക്കുമ്പോൾ പോലും ആർക്കും പോകണ്ട, എല്ലാവരും അവിടെ തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. അവസാനം അത് ലിറ്ററലി അവസാനിച്ചത് പല ആൾക്കാരും അവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് സംസാരിച്ച് 7 മണി വരെ ആ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ മനോഹരമായ വസ്തുത. ഞാനിത് പറയാൻ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, പക്ഷേ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം ഒരു സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് സ്വപ്നം കാണാൻ തന്നെ ത്രാണി ഉണ്ടാവണമെങ്കിൽ അവിടെ ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാരുണ്ടാവണം. ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാർ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ശക്തരായ മികച്ച പേരൻറ്റിങ് ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഒരു സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഒരുക്കിയെടുത്താൽ അതാണ് ഒരു സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി മാതാപിതാക്കളെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയ തന്നെയുണ്ട്. അത് ഒരു പ്രോഗ്രാമിനായിട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഓട്ടുപുര ഫൗണ്ടേഷൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ അവിടെ ധാരാളം പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടതുകൊണ്ട് അവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾക്കൊക്കെ ഒരു ക്വാളിറ്റി കാണുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പലരും അവിടെ വരുന്നതെങ്കിലും ഒരു പേരൻറ്റിങ്ങിനെ പറ്റി ഇത്ര കണ്ട് എന്ത് സംസാരിക്കാനുണ്ട്, പഠിക്കാനുണ്ട് എന്നെല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു എന്നുള്ള അതിൻ്റെ തുടക്ക സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്തിട്ടും സംശയങ്ങൾ തീരാത്തത്ര സംശയങ്ങളും, അതിലുപരി തുടർന്ന് അനേകം ഇത്തരം പരിപാടികൾ തുടർന്ന് നടത്താനുള്ള വലിയ ഒരു സ്വപ്നത്തോടു കൂടിയാണ് എല്ലാവരും പിരിഞ്ഞത്. കാരണം അത്ര കണ്ട് നമുക്ക് ഓരോ വ്യക്തിയെയും എൻട്രിച്ച് ചെയ്യുന്ന അനുഭവങ്ങളായിരുന്നു അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കെന്ത് ഒരു ഗ്രാൻഡ് പേരൻ്റ് ആണ്, ഒരു ഗുരുനാഥനുമായ വ്യക്തി പോലും അദ്ദേഹം ഉച്ചകഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല. അദ്ദേഹം 5 മണി വരെ അവിടെ ഇരിക്കുകയാണ്. വേറൊരു വ്യക്തി, അദ്ദേഹം മുതിർന്ന 3 കുട്ടികളുടെ പിതാവാണ്. പുള്ളിയുടെ ഏറ്റവും ഇളയ കുട്ടി പോലും ഒരു റിസർച്ച് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കൊച്ചു കുട്ടികളൊന്നുമില്ലാത്ത ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആയിട്ട് പോലും, അവർക്ക് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് പോലും, അദ്ദേഹത്തിന് നേരത്തെ പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. അദ്ദേഹം പറഞ്ഞാൽ എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അത്ര കണ്ട് സ്വാധീനം ഇത്തരം പ്രോഗ്രാമുകൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് നമുക്ക് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ നാട്ടുകൂട്ടങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മളൊക്കെ കൂടി വരുന്ന അസോസിയേഷനുകളിൽ, സ്കൂളുകളിൽ, ആരാധനാലയങ്ങളിൽ, ഇവിടെയൊക്കെ നമുക്ക് ഇത്തരം പരിപാടികൾക്കുള്ള വലിയ സാധ്യതകളുണ്ട്. ഇതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഇത് മനുഷ്യനെ കൂടുതൽ പ്രത്യാശയുള്ളവരും ശക്തിയുള്ളവരും ധൈര്യമുള്ളവരും ആത്മവിശ്വാസമുള്ളവരും ആക്കുകയും അതിൻ്റെ പ്രതിഫലനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോസിറ്റിവിറ്റി ആയിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് നമുക്ക് ഒരു പരീക്ഷണം, ഒരു വലിയ പരീക്ഷണമായിരുന്നു ആ പ്രോഗ്രാം. എങ്ങനെയാണ് അത്തരത്തിലൊരു സ്ഥലത്ത് ഒരു
വ്യത്യസ്തമായ മേഖലയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അതെങ്ങനെ അവസാനിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ മധു കുന്നോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ലീഡർഷിപ്പിനെ ഞാൻ അഭിനന്ദിക്കുന്നത്. അദ്ദേഹം ശക്തമായിട്ടൊരു തീരുമാനമെടുത്ത് ഇത് നടത്തിയിട്ടേ ഉള്ളൂ. ഇത്തരം പരിപാടികളൊക്കെ സമൂഹത്തിലുണ്ടാവണം, അതിവിടെ നിന്നൊരു മാതൃകയാവട്ടെ. അപ്പോൾ അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ലീഡർഷിപ്പ്. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ബൈ പ്രൊഫഷൻ, റൺസ് ഹിസ് ഓൺ സോഫ്റ്റ്വെയർ കമ്പനി, അറ്റ് ദ സെയിം ടൈം ഈസ് എ മ്യൂറൽ ആർട്ടിസ്റ്റ്. ഇതൊക്കെ ഉള്ള വ്യത്യസ്തമായ മേഖലകളിൽ പ്രതിഫലനമുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഈ സാമൂഹിക കാര്യത്തിലെടുത്ത ഒരു താല്പര്യം, ഒരു സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിൽ അദ്ദേഹം കാണിച്ച ഒരു താല്പര്യം, ഇറ്റ് ഈസ് കമൻറ്റബിൾ, നോ ഡൗട്ട്. ഞാൻ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അതിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. സത്യത്തിൽ അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകൾ നടത്തി കാണണമെന്ന് വലിയൊരു ആഗ്രഹം ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ വലിയൊരു കോൺഫിഡൻസ് തരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ അടുത്തിടെ കണ്ട ഒരു ചെറിയ റൈറ്റപ്പാണ്. ഒരു മനുഷ്യൻ വളരെ എങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ. ഇന്നത്തെ ആധുനിക കാലത്തെ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ കടന്നു വരുമ്പോൾ മനുഷ്യനിലേക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ അധിനിവേശം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ നിർത്താൻ കാണുന്ന ഒരു 10 പോയിൻറ്റ്സ് ഞാൻ ഒരു റൈറ്റപ്പായിട്ട് ഇങ്ങനെ വായിച്ചു. എനിക്കത് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തണമെന്നും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്നും ഒരു തോന്നലുണ്ടായി. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ അതാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ കണ്ട ഒരു മനുഷ്യന് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് മണി ഇൻ പോക്കറ്റ്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ പണം ഇല്ലാതെ വരുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ പണം ഇല്ലാതെ വരുന്നത്? ഞാൻ പല ആൾക്കാരെ നോക്കുമ്പോൾ അധ്വാനിക്കാൻ താല്പര്യമില്ല, എല്ലാമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണം, എങ്ങനെയെങ്കിലുമൊക്കെ മെനക്കെടാതെ പൈസ കിട്ടണം. നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും പണം വരണമെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ തന്നിട്ടോ അനുകൂല സാഹചര്യങ്ങളുണ്ടായിട്ടോ നടക്കില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ ഇന്നലെ ഈ പ്രോഗ്രാമിനിടയിൽ എന്നോട് പലരും ചോദിച്ചാണ്, സാർ ഈ മേഖലയിലേക്ക് ആദ്യം വരുമ്പോൾ എന്തെങ്കിലും വരുമാനം ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്കൊരു വരുമാനമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10 വർഷത്തോളം എനിക്ക് വലിയ സാമ്പത്തികമായ സ്ട്രഗിളായിരുന്നു. കാരണം ഇതൊന്നും ഒരു കാലത്ത് ആർക്കും മനസ്സിലാകുന്ന കാര്യം പോലും ആയിരുന്നില്ല. 1998 ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഈ രംഗത്ത് നമുക്ക് ഇതിനകത്തുനിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. പലപ്പോഴും ഞാൻ പോയി ഫ്രീ ആയിട്ടൊക്കെയാണ് പല ക്ലാസ്സുകൾ, അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനെപ്പറ്റി ഒരു അവബോധം സമൂഹത്തിലുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സ്റ്റെൻസീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വരുമാനം തീരെ കുറവാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, അന്നൊക്കെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താണെങ്കിൽ എൻ്റെ പോക്കറ്റിൽ പൈസ നിർത്താനായിട്ട് ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന ജോലിയെ ചെയ്യുന്നൊന്നുമല്ല, എന്ത് മാന്യമായ ജോലിയും ഞാൻ ചെയ്യും. എന്തവസരം കിട്ടിയാലും അതിൻ്റെയൊക്കെ പുറകിനോടും. ചെയ്യാത്ത ഒരു പണിയില്ല, എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ എൻ്റെ പൂർവികരൊക്കെ താമസിച്ച ഈ നാട്ടിൽ തന്നെയാണ് ഞാൻ എനിക്ക് ചെയ്യാവുന്ന എല്ലാത്തരം ജോലികളും ചെയ്തു. ഒരുപാട് ഓടി, ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഞാൻ കൊണ്ടുവന്ന ഒരു മേഖലയിൽ നിന്ന് എനിക്ക് പിന്നോക്കം പോകാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് റവന്യൂ ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരുപക്ഷെ എനിക്ക് പിന്നോക്കം പോകാൻ സാധിക്കില്ല. എൻ്റെ ഡിഗ്നിറ്റിയും എൻ്റെ ഫാമിലിയുടെ ഡിഗ്നിറ്റിയും ഒക്കെ എനിക്ക് നിലനിർത്തുകയും വേണം. അപ്പോൾ അതിനുവേണ്ടി അധ്വാനിക്കാനായിട്ട് നിരന്തരമായി തയ്യാറായി. എപ്പോഴും ഒരു അത്യാവശ്യം പണം പോക്കറ്റിൽ നിലനിർത്താനായിട്ട് അധ്വാനത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയില്ല. ചെയ്യാൻ പല കാര്യങ്ങൾ, ഞാൻ നോളജാണ്, കാര്യങ്ങളാണ് പലർക്കും വേണ്ടി ഞാൻ പല സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, പ്രസൻറ്റേഷൻസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, പല ചെറിയ ക്ലാസ്സുകളൊക്കെ, സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പോയി ഞാൻ ക്ലാസ് എടുക്കുക. പിന്നെ പല ആൾക്കാരെയും, ലീഡർഷിപ്പിലുള്ള പല ആൾക്കാരെയും അവർക്ക് വേണ്ട പ്രസംഗങ്ങൾ തയ്യാറാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട പ്രസൻറ്റേഷൻസിന് വേണ്ട നോട്ട്സുകൾ തയ്യാറാക്കി. ഇങ്ങനെയൊക്കെ പലതരത്തിലാണ് അന്നത്തെ കാലത്ത് ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നത്. ധാരാളം കുട്ടികളെ അവരുടെ പ്രോജക്റ്റൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകളിരുന്ന് അതിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ഞാൻ ട്യൂഷനും ഗൈഡൻസും കോച്ചിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം അതൊക്കെ പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തനവുമായിട്ട് ബന്ധമില്ലാത്ത മേഖലയിൽ പോലും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെ ഞാൻ മാക്സിമം ട്രേഡ് ചെയ്ത് മാക്സിമം എൻ്റെ പോക്കറ്റിൽ പൈസ വയ്ക്കാൻ. കാരണം പൈസ നമ്മുടെ പോക്കറ്റിൽ ഇല്ലാതെ വരുമ്പോൾ തന്നെ നമ്മൾ അസ്വസ്ഥരാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത് നോളജ് ഇൻ മൈൻഡ്. നമുക്ക്
അറിവ് ശേഖരിക്കാനായിട്ടുള്ള നിരന്തരമായ പരിശ്രമം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ഈ പേപ്പർ കട്ടിങ്ങുകളൊക്കെ വായിക്കുന്നതോ കാണുന്നതോ കേൾക്കുന്നതോ ആയ എന്ത് നല്ല കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടിയാലും, അത് ചിലപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ പഴം പൊതിഞ്ഞുകൊണ്ട് വരുന്നൊരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ പോലും അതുപോലും കട്ട് ചെയ്തെടുത്ത് ഞാൻ ഫയലുകളിൽ സൂക്ഷിക്കുമായിരുന്നു. ആദ്യകാലത്തൊക്കെ ഈ ഇൻ്റർനെറ്റും ഒന്നും അത്ര വ്യാപകമല്ല, ഇതുപോലുള്ള നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊന്നും ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമുക്ക് വേണ്ട നോളജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേ പറ്റുള്ളൂ. എനിക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാനായിട്ടൊക്കെയുള്ള കോഴ്സുകളൊന്നും അന്നത്തെ കാലത്ത് അധികം ഇല്ല. അപ്പോൾ ഈ കോഴ്സൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ പഠിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ സ്വന്തമായിട്ടൊക്കെ പഠിക്കുകയാണ്. കിട്ടുന്നിടത്തു നിന്നെല്ലാം പുസ്തകങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. ഞാൻ ഓർക്കായിരുന്നു, എനിക്ക് ഇപ്പോൾ ഈ രംഗത്തൊക്കെ പഠിച്ച പല ആൾക്കാരും പല പുസ്തകങ്ങൾ പോലും എനിക്ക് അയച്ചു തരികയും എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നെല്ലാം അറിവുകൾ ശേഖരിക്കാമോ ആ അറിവുകളെല്ലാം നിരന്തരമായിട്ട് നമ്മുടെ മനസ്സ് അറിവ് കൊണ്ട് നിറയ്ക്കാനായിട്ട് നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കൈൻഡ്നസ് ഇൻ ആർട്ട് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു ഹൃദയത്തിൽ കനിവ് നിലനിർത്തുക. ഒരു പക്ഷേ നമുക്ക് ലോകത്തിലെ ഏത് കാര്യത്തെയും അതിൻ്റെ ഒരു ആർദ്രതയിൽ അതിൻ്റെ ഒരു ഡെപ്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു കൈൻഡ്നസ് വേണം. കൈൻഡായിട്ടുള്ള മനസ്സ് ഒരുപാട് അബ്സോർബ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഹൃദയത്തെ എത്ര കണ്ട് കനിവുള്ളതാക്കാം. ഞാനിത് ഈ നോട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണിത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഹൃദയത്തെ കൂടുതൽ കനിവുള്ളതാക്കി കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും തന്നെ കുറയും. മറ്റുള്ളവരോടുള്ള വിരോധങ്ങൾ കുറയും, കംപ്ലൈൻറ്റുകൾ കുറയും. നമുക്ക് കൂടുതൽ കനിവുള്ള ഹൃദയത്തെ, കോൺഫിഡൻസ് ഓൺ ഫേസ്. ഞാൻ പലപ്പോഴും കുട്ടികളോടൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ പേടി സ്വാഭാവികമാണ്. ഞാനൊക്കെ ഇപ്പോഴും ഏതെങ്കിലും ഒരു ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭയമൊക്കെ എപ്പോഴും കാണും. ഇത് ഫേസിൽ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഫേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ വലിയൊരു ധൈര്യശാലിയാണെന്ന് കാണിച്ചുകൊണ്ടൊക്കെ ഇറങ്ങുകയും പിന്നെ ആ ധൈര്യശാലി എന്ന് പറയുന്ന ഭാവം ഒരു സ്വഭാവമായി മാറുകയും ചെയ്യും. ഇതാണ് വാസ്തവം. ആരും ധൈര്യം കൊണ്ട് ജനിക്കുന്നില്ല, ധൈര്യം കൊണ്ട് ഒരു രംഗത്തേക്ക് വരുന്നില്ല. ആദ്യമൊക്കെ തന്നെ നമ്മൾ നല്ല കോൺഫിഡൻസ് പ്രദർശിപ്പിച്ച് നടക്കണം. അങ്ങനെ അഭിനയിച്ച് കുറേയൊക്കെ അഭിനയിച്ചൊക്കെ നമ്മൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഒക്കെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസമുള്ള ഒരാളായി ഒക്കെ കാണിച്ചങ്ങ് ഇരിക്കുകയാണ്. ബാക്കിയൊക്കെ തന്നെ വന്നോളും. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ഫേസിൽ കൊണ്ടുവന്നാൽ അത് ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആണ്. കാരണം നമുക്ക് എപ്പോഴും കോൺഫിഡൻസോടിരിക്കുന്ന ഒരാളിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒരു പോസിറ്റിവിറ്റിയാണ്. അത് അഞ്ചാമതായിട്ട് റെസ്പോൺസിബിലിറ്റി ഇൻ സോൾ. നമ്മുടെ ആത്മാവിൽ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇന്ന് ആരും തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. നമുക്ക് റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഭയങ്കര ബോധമുള്ള മനുഷ്യരാണ്. ഹൗ മച്ച് വി ആർ കൺസേൺഡ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി വി ഹാവ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യമില്ല. പലപ്പോഴും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. എപ്പോഴും ബ്ലെയിം ചെയ്യുക. എൻ്റെ ലൈഫിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്, അതാണ്, മറ്റേതാണ് എന്ന് പറയുന്നതാണ് പലരുടെയും പ്രശ്നം. പക്ഷെ ഒരു ജീവിതത്തിൽ വിജയിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, ജീവിതത്തിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള മനുഷ്യരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദേ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ലൈഫ്. അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അവനവൻ തന്നെ ഏറ്റെടുത്തെടുത്താണ് എല്ലാ വിജയങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ 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 ഷാർപ്പായിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് ആ പോയിൻ്റ് വിവരിക്കുന്നതിന് റെസ്പോൺസിബിലിറ്റി ഇൻ സോൾ എന്നാണ്. അതാണ് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. അത് ആത്മാവിൽ തന്നെ നമ്മൾ ആ ഉത്തരവാദിത്വത്തെ ഫീൽ ചെയ്യണം. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്? ഓരോരുത്തരും അത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും ലീഡർഷിപ്പ് ക്വാളിറ്റി അനുസരിച്ച് എനിക്ക് തോന്നുന്ന റെസ്പോൺസിബിലിറ്റിയുടെ സ്കോപ്പും അതിൻ്റെ സ്പാനും വലുതാവും. ഒരു വലിയ ലീഡർ അത് ലോകത്തിൻ്റെ മുഴുവൻ ഏരിയയിലാണ് ആ റെസ്പോൺസിബിലിറ്റി കാണുന്നത്. ഒരു ചെറിയ ആൾ വളരെ മൈക്രോ ലെവലിലായിരിക്കും കാണുന്നത്. ഒരു വലിയ ആശയമായിട്ട് എനിക്ക് തോന്നി. ആറാമതായിട്ട് ഡിസിപ്ലിൻ ആൻഡ് ഹാബിറ്റ്സ്. നമ്മുടെ സ്വഭാവത്തിലെ ഡിസിപ്ലിൻ. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം വളരെ പോപ്പുലറായിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഏറ്റവും വലിയൊരു പോയിൻ്റാണ് നമ്മൾ ഒരു വലിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് 2 ദിവസം കൊണ്ട് നിന്ന് പോകുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ വരുത്തി വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഹാബിറ്റ്സിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും തുടങ്ങുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വളരെ പ്രധാനമാണ് ചെയ്യുന്ന കാര്യങ്ങളെ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ജനതയുടെ, ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെയൊക്കെ കാതലായ
ആസ്പെക്റ്റാണ്. ഞാൻ ഇന്നലെ പാരൻറ്റിങ് പ്രോഗ്രാമിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികളെ വിടുന്ന സ്കൂളിൽ ഡിസിപ്ലിൻ ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന, പ്രത്യേകിച്ച് 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് അവർ ഡിസിപ്ലിൻഡ് ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അവിടെയാണ് നമ്മളൊരു പ്രൈമറി സ്കൂളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികൾ ഡിസിപ്ലിൻഡ് ആണോ, അവർക്ക് ബിഹേവ് ചെയ്യാൻ അറിയാമോ, അവർക്ക് സംസാരിക്കാതിരിക്കേണ്ട സ്ഥലങ്ങളിൽ സംസാരിക്കാതിരിക്കാൻ അറിയാമോ, അവർക്ക് കളിക്കേണ്ട സ്ഥലമായ എല്ലായിടവും തോന്നുന്നെങ്കിൽ അതൊരു ഇൻഡിസിപ്ലിനാണ്. ചില സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, ചില സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ പെരുമാറണമെന്നൊക്കെ കുട്ടികൾ, അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. കുട്ടികളിൽ ആ ഒരു കാര്യം വളരെ ചെറിയ പ്രായം മുതലേ അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒരു വർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു ടാസ്ക്കൊക്കെ ഏറ്റു കഴിഞ്ഞാൽ അത് പറയുന്ന സമയത്ത് തീർക്കാൻ, ഇതിനൊക്കെ അവരെ റെഗുലറാവാൻ, ഇതെല്ലാം ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഒരു റൊട്ടീൻ, ഒരു സിസ്റ്റം, റെഗുലാരിറ്റി, പങ്ക്ച്വാലിറ്റി, ഇതൊന്നും പലപ്പോഴും കൊച്ചു കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ പ്രായത്തിലേക്ക് കൊടുക്കാത്തതുകൊണ്ട് പിന്നീട് അതൊന്നും അവർക്ക് ശരിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുതച്ച ഷീറ്റ് പോലും ഒന്ന് വൃത്തിയായിട്ട് മടക്കി വയ്ക്കാൻ പല കുട്ടികൾക്കും അറിയില്ല. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആ യൂണിഫോമൊക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയുന്ന ധാരാളം കുട്ടികളുണ്ട്. സ്വാഭാവികമാണ്, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ അവരെ ഒന്ന് ഡിസിപ്ലിനിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പരിശ്രമിച്ചില്ലെങ്കിൽ വരുന്ന കുഴപ്പം, ഇവരൊക്കെ ലൈഫിലൊരു വലിയ ഫെയിലിയറായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. പലപ്പോഴും അവർക്കൊരു അടുക്കും ചിട്ടയില്ലാത്തതുകൊണ്ട് പല നഷ്ടങ്ങളും കുഴപ്പങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഇൻ സോൾ ഇസ് എ ബ്യൂട്ടിഫുൾ പോയിൻ്റ്, ആൻഡ് ഡിസിപ്ലിൻ ഹാബിറ്റ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പോയിൻ്റാണ്. 7ാമതായിട്ട് കറേജ് ആൻഡ് ഡിസിഷൻ. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലെ ആ ഒരു ധൈര്യം. തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതല്ല, ആ തീരുമാനങ്ങളുടെ പുറകിൽ ഒരു ബാക്കിംഗ് ആയിട്ടൊരു ധൈര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ധൈര്യം, കറേജ് വേണ്ട സൈഡിലേക്കാണോ നമ്മുടെ ഡിസിഷൻ പോയത്? പലപ്പോഴും നമ്മുടെ ഡിസിഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു സേഫ്റ്റിയിലേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രോഗ്രസ് വലുതായിട്ടുണ്ടാകുന്നത്. നമുക്കൊട്ടും റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെപ്പോഴും സേഫ്റ്റി സൈഡിലെ ഡിസിഷൻസ് കൊണ്ടുവരും. ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്, കറേജ് ഇൻ ഡിസിഷൻ. വളരെ ബ്യൂട്ടിഫുൾ പോയിൻ്റാണ്. എനിക്ക് അതൊക്കെ വലിയ ആഴമുള്ളൊരു സംഭവമായിട്ട് തോന്നി. നമ്മളെടുത്ത തീരുമാനത്തിലൊരു കറേജ് ഉണ്ടോ, അവർക്ക് എടുത്ത തീരുമാനത്തിലൊരു റിസ്ക് ഉണ്ടോ, എടുത്ത തീരുമാനത്തിലൊരു സ്ട്രെങ്ത് ഉണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരല്പം ഡിഫിക്കൽട്ടാണെങ്കിൽ പോലും എടുക്കേണ്ട ഡിസിഷൻ തന്നെ എടുക്കണം. സേഫ് ആകാൻ വേണ്ടി അതിനകത്ത് ശ്രമിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ചിലപ്പോൾ മണ്ടത്തരമായിട്ടൊക്കെ തോന്നും. ഇപ്പോൾ ഈ അടുത്തിടയിലാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്, 100-ൽ കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ വിജയം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, ഞാൻ പിന്നീട് രാഷ്ട്രീയ രംഗത്തുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരു റിസ്ക് എടുത്ത് ഒരു ജനതയ്ക്ക് മുമ്പിലേക്ക് ഇലക്ഷൻ റിസൾട്ടിനെ പ്രവചിച്ചങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ്. ഇത് ഒരു സ്റ്റൈലാണ്, ഒരു സ്ട്രാറ്റജിയാണ്, ഒരു സംശയമില്ല. അതൊരു നേതൃത്വ പാഠവും തന്നെയാണ്. നമുക്കതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരു പൊതു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാൾ, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ, ആ ഇലക്ഷൻ്റെ പ്രോസസ്സിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ, ഞാൻ ഈ ഒരു ടാർഗറ്റിൽ ഇന്ന ഒരു ലെവലിൽ എത്തിയില്ലെങ്കിൽ ഞാൻ ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങുമെന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ആ ഗോളിനോട്. അതിനോട് ജനം ഭയങ്കരമായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് പാർട്ടി അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതൊക്കെ വ്യത്യസ്തമായ കാര്യമാണ്. പക്ഷേ ടു ദാറ്റ് പോയിൻ്റ് വരെ വളരെ മനോഹരമാണ്. എങ്ങനെയാണ് ഒരു നേതാവ് ആ മൊമെൻറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ ദേ മേക്ക് എ ഡിഫറൻസ്. ഓരോ കാലഘട്ടത്തിലൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരാൾ വരും. അത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസിഷനിലെ കറേജ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പേഷ്യൻസ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ് ഓർ പേഷ്യൻസ് ഇൻ ആഡ്വേഴ്സിറ്റി വളരെ ഡിഫിക്കൽട്ടായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ആഡ്വേഴ്സിറ്റിയോ ഡിഫിക്കൽറ്റിയോ അവിടെയൊക്കെയാണല്ലോ നമ്മുടെ റിയൽ കളറ് സർഫസ് ചെയ്യുന്നത്. നമ്മുടെ റിയൽ ക്യാരക്ടർ എപ്പോഴും ഒരു ഡിഫിക്കൽട്ട് ടൈംസിലാണ് പുറത്തു വരുന്നത്. ആ സമയത്ത് പേഷ്യൻ്റായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരാൾ ഈസ് എ മാൻ ഓഫ് ട്രൂ ക്യാരക്ടർ, ഒരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മനോഹരമായ കാര്യമാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ശാന്തമാവുക. ഒരുപക്ഷെ ആ ശാന്തതയിലാണ് അതിനുള്ള ആൻസർ രൂപപ്പെട്ടു വരുന്നത്. ഒരു കെയോസിലൊരു ആൻസർ, ഒരു സൊല്യൂഷൻ രൂപപ്പെടാൻ പ്രയാസമാണ്. ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് സൊല്യൂഷൻസ്.
ഇപ്പോൾ ഡിഫിക്കൽറ്റി വരുമ്പോഴാണ് നമുക്കൊരു സൊല്യൂഷൻ വേണ്ടത്, ഒരു ആഡ്വേഴ്സിറ്റി വരുമ്പോഴാണ് ഒരു സൊല്യൂഷൻ വേണ്ടത്, ഒരു ചലഞ്ച് വരുമ്പോഴാണ് ഒരു സൊല്യൂഷൻ വേണ്ടത്. പക്ഷേ സൊല്യൂഷൻ ഓൾവേസ് സംഭവിക്കുന്നത് ഒരു സ്റ്റിൽനെസ്സിലാണ്, കാംനെസ്സിലാണ്, പേഷ്യൻസിലാണ്. ബഹളത്തിനിടയിൽ സൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് മുമ്പോട്ടൊരു വലിയ ചാട്ടം ചാടണമെങ്കിൽ പുറകോട്ട് 2 സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളൊന്ന് റിട്രീവ് ചെയ്ത് പുറകോട്ട് വരണം, ഒന്ന് റീട്രീറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്, ഒന്ന് പുറകോട്ട് വരണം, ഒന്ന് ശാന്തമാകണം. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് സർഫസ് ചെയ്യും. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് പേഷ്യൻസ് ഇൻ അഡ്വേഴ്സിറ്റി ആൻഡ് ഡിഫിക്കൽട്ട് ടൈംസ് ആൻഡ് റെസ്പെക്റ്റ് ഇൻ വേർഡ്സ്. വാക്കുകളിലെ ബഹുമാനം. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പബ്ലിക് സ്പീക്കിംഗ് എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും ഉള്ളത്. എപ്പോഴും പൊതുസമൂഹത്തോടാണ് സംസാരിക്കുന്നത്, പൊതുസ്ഥലങ്ങളിലാണ് സംസാരിക്കുന്നത്, പൊതുവേദികളിലാണ് പലപ്പോഴും സംസാരിക്കേണ്ടി വരുന്നത്. അവിടെയൊക്കെ നമുക്ക് വലിയ കോൺട്രവേഴ്സീസ്, ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ വാക്ക് പോലും അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവണമെന്നും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നൊരു ലോകത്ത് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ ബേസിക്കലി റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ സേഫാണ്. ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതിനകത്തൊരു തെറ്റുണ്ടെങ്കിൽ പോലും വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഇടപെടുന്ന ഒരാളാണെങ്കിൽ ആ തെറ്റിനോട് അവർ വളരെ ഹാർഷായിട്ട് പ്രതികരിക്കത്തില്ല. റെസ്പെക്റ്റ് ഇൻ വേർഡ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഇൻ ലൈഫ്. ഒരു ജീവിതത്തിലൊക്കെ ഉയർന്ന നിലയിലേക്ക് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു ഗുണം അവരുടെ വാക്കുകളിലെ റെസ്പെക്റ്റാണ്. എങ്കിലും നമുക്ക് ഒരാളെ അവഹേളിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തൊക്കെ എടുത്ത് അവർക്കെതിരെ, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ മീഡിയ, ഈ നിലവാരമില്ലാത്ത ചീപ്പ് മീഡിയാമെന്നൊക്കെ ചെയ്യുന്നത് തന്നെയാണെന്ന് ചോദിച്ചാൽ. എന്തെങ്കിലും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കട്ടും പേസ്റ്റും ചെയ്ത് അത് പിന്നീടൊരു മാപ്പ് എഴുതി 4ാമത്തെ പേജിലിട്ടാലും മതിയല്ലോ. എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. പലപ്പോഴും അതൊന്നും ഈ പറഞ്ഞ ആൾ പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും നമുക്ക് സേഫാകാനുള്ള ഏറ്റവും നല്ല മാർഗം, പൊതുവേ നമ്മൾ മനുഷ്യരോട് റെസ്പെക്റ്റോടു കൂടി ഇടപെടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അത്തരം കോൺട്രവേഴ്സികളിലൊന്നും പെടാതിരിക്കാൻ പ്രത്യേകമായിട്ട് കഴിയും. ആൻഡ് ഫൈനലി ആ 10th പോയിൻ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ദാറ്റ് പർപ്പസ് ഇൻ ലൈഫ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കും എമർജ് ചെയ്യുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പർപ്പസ് ഇൻ ലൈഫ്. Ordinary people have wishes. True people, real people, strong people have purpose. മികച്ച വ്യക്തികളുടെ ഒരു ഗുണം അവർക്ക് എപ്പോഴും ഒരു ദൗത്യം കൂടെയുണ്ട്, കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഒരു ദൗത്യം ഉണ്ടെങ്കിൽ, ആ ദൗത്യത്തിൽ നമുക്ക് ഫോക്കസും ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറയും. ആരാണ് ഈ തെറ്റിപ്പോകുന്നത്? ശരിക്കും ഒരു പർപ്പസ് ലൈഫിൽ കണ്ടെത്താത്തവരാണ് തെറ്റിപ്പോകുന്നത്. ആരാണ് അൺഹാപ്പി ആയിട്ടുള്ള പീപ്പിൾ? ദേ ഹാവ് നോട്ട് ഈവൻ ഫൗണ്ട് ദെയർ പർപ്പസ്. പർപ്പസ് ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഹാപ്പിയാണ്, അവൻ ഫോക്കസ്ഡ് ആണ്, അവന് മോട്ടിവേഷനുണ്ട്, ഡ്രൈവുണ്ട്, എന്തൂസിയാസമുണ്ട്, സ്പിരിറ്റുണ്ട്, അവൻ ചലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പർപ്പസ് കണ്ടെത്താൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ അവസ്ഥയാണ്. ഒരു പർപ്പസ് കണ്ടെത്തണേ തന്നെ നമ്മുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്തൊക്കെ വളരെ ഉയർന്നു നിൽക്കണം, വളരെ സിൻസിയറായിരിക്കണം. ഇന്നിപ്പോൾ കരിയർ ഗൈഡൻസിനൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ മോള് വന്നപ്പോൾ തന്നെ അതൊരു ആർക്കിടെക്റ്റൊക്കെ ആവണം എന്നൊക്കെയുള്ളൊരാഗ്രഹത്തിലാണ് വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ കുട്ടിയോട് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിയോട് പറഞ്ഞൊരു കാര്യം, ആരെയും സന്തോഷിപ്പിക്കാനും ആരെയും ഞെട്ടിക്കാനും അല്ലെങ്കിൽ ദുരഭിമാനം കൊണ്ട് ഒന്നും ഒരു കരിയർ തിരഞ്ഞെടുക്കരുത്. പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വെയിറ്റുള്ള ഒരു ലേബലൊക്കെ കൊണ്ടുവന്ന് ഒട്ടിക്കാനാണ് ശ്രമിക്കുന്നത് കരിയർ എന്ന നിലയിൽ. നേരെ മറിച്ച് അവരാരും ഹമ്പിളായിട്ട് അന്വേഷിക്കുന്നില്ല വാട്ട് ഈസ് വിതിൻ മീ. ഏത് രംഗത്താണ് എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്, ഏത് രംഗത്താണ് എനിക്കൊരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ കഴിയുന്നത്, ഏത് രംഗത്താണ് എനിക്കൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യുവർ കരിയർ. അതിലാണ്, അങ്ങനെയൊരു സാധനം കണ്ടെത്തിയാൽ അതാണ് നമ്മുടെ ഒരു പർപ്പസായി മാറുന്നത്. ഇപ്പം എനിക്ക് ഒരു ഡിഫറൻസ് കണ്ടെത്താൻ കഴിയുന്ന, ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുന്ന, ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന രംഗത്താണ് ഞാൻ നിൽക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഐ ആം ഹാപ്പി ആൻഡ് ഐ ആം മോട്ടിവേറ്റഡ് ടു ഡൂ തിങ്സ്. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ തന്നെ റെഗുലറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതും അതൊന്നും ബ്രേക്ക് വരാതെ ചെയ്യാൻ കഴിയുന്നതുമൊക്കെ നമുക്കൊരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ്. വെറുതെ കുറേ വീഡിയോകൾ ഇറക്കുക എന്നുള്ളതല്ല. ഒരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്ത് ആ കമ്മ്യൂണിറ്റിയുമായിട്ട് നിരന്തരമായിട്ട് ആശയവിനിമയം ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്.
ആ കമ്മ്യൂണിറ്റിയുടെ കമൻസിനോടൊക്കെ ഞാൻ തന്നെ സമയമെടുത്തിരുന്ന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വരുന്ന പല ചോദ്യങ്ങളുമാണ് ഞാൻ വീണ്ടുമുള്ള അടുത്ത വീഡിയോസിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരു ദൗത്യബോധമുള്ള ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ എല്ലാം റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നിരന്തരമായിട്ട് ചെയ്യും. ചിലർക്ക് എന്നോട് ചോദിക്കും, സാറിന് എവിടെ നിന്നാണ് ഈ മോട്ടിവേഷൻ കിട്ടുന്നത്? അത് ഇൻറ്റേർണലാണ്, നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. കാരണം നമുക്ക് ചില ദൗത്യബോധങ്ങളുണ്ട്. ഞാനിതാണ്, ദിസ് ഈസ് വാട്ട് ഐ ആം, ദിസ് ഈസ് വാട്ട് പീപ്പിൾ ആർ എക്സ്പെക്റ്റിംഗ് ഫ്രം മീ. അപ്പോൾ നമുക്ക് ടയർഡ്നെസ് ഒന്നുമില്ല. എത്ര ജോലി ചെയ്യുമ്പോഴും, ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ആ വർക്ക്ഷോപ്പിൽ ആൾക്കാരുമായിട്ട് സംവാദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ പ്രോഗ്രാം ആക്ച്വലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മെയിൻ ഓർഗനൈസേഴ്സുമായിട്ട് ഞാൻ പല ചെറിയ ചെറിയ ടോക്കുകൾ നടത്തുന്നു. അപ്പോൾ രാവിലെ മുതലേ എൻ്റെ ടോക്കുകൾ തുടങ്ങിയതാണ്. പക്ഷെ ഒരു മടുപ്പുമില്ല, ഒരു ക്ഷീണവും ഇല്ല. അത് നമുക്കൊരു ദൗത്യബോധമുണ്ടെങ്കിൽ, നമുക്ക് വളരെ ഫോക്കസ്ഡ് ആണെങ്കിൽ, നമുക്ക് അതിൽ എന്തൊക്കെയെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ നിന്നൊരു അഭിനിവേശം ഉണ്ടെങ്കിൽ ഒരു ക്ഷീണവും ഉണ്ടാവില്ല. നമുക്ക് ഈ വെക്കേഷനും ലീവും ഒക്കെ വേണമെന്ന് തോന്നുന്നത് നമുക്ക് മടുപ്പുണ്ടാകുന്നിടത്താണ്. റെസ്റ്റ് വേണമെന്ന് തോന്നുന്നത് മടുപ്പുണ്ടാകുന്നിടത്താണ്. റെസ്റ്റൊന്നും വേണ്ടാന്നല്ല, അതൊക്കെ വേണം. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലോട് കൂടുതൽ താല്പര്യം വരുന്നതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്നിടത്തൊരു പാഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോടൊരു ഡീപ്പ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു ഇൻറ്റിമസി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പോയിൻറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാധാരണ വീഡിയോസിൽ നിന്ന് ഒരല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി കമൻസൊക്കെ എഴുതുകയൊക്കെ ചെയ്യുക. ധാരാളം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഈ കമ്മ്യൂണിറ്റി കുറേ കൂടെ ആരോഗ്യപരമായി വളരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.